ഹായ് ഹലോ ഇന്നത്തെ ഈ വീഡിയോയിൽ SSLCൻ്റെ സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷൻ്റെ 2024-25 ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാത്തമാറ്റിക്സ് ആണ്, ഗണിതം. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളതും മലയാളം മീഡിയത്തിലുള്ളതും ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് ആൻസേഴ്സൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് ടേമിന് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക, എന്നിട്ട് ചെയ്ത് പഠിക്കുക. മാത്സ് എല്ലാവർക്കും എളുപ്പമാണ്, പക്ഷേ അത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് അതിൻ്റെ സ്റ്റേജസൊക്കെ മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് മാത്സൊക്കെ ഗണിതം മാർക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും അത് നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ഓരോ സ്റ്റെപ്പുമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാത്തമാറ്റിക്സിൻ്റെ സ്കോറൊക്കെ വാങ്ങാൻ കഴിയും. അപ്പോൾ പബ്ലിക് എക്സാം ആകുമ്പോഴത്തേനും ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്സിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും, A+ നേടാൻ തന്നെ സാധിക്കും. കാരണം എല്ലാവർക്കും മാത്സ് എന്ന് പറയുന്നത് ഒരു പേടി സ്വപ്നമാണ് അല്ലേ. പക്ഷെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ക്വസ്റ്റ്യൻസൊക്കെ കളക്ട് ചെയ്ത് അതൊക്കെ ചെയ്ത് പഠിച്ചാൽ പരീക്ഷയ്ക്ക് ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് മാത്സ് തന്നെ ആയിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടിയാൽ അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് പഠിച്ച് വേണം നിങ്ങളെ എക്സാമിന് തയ്യാറെടുക്കാൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഇംഗ്ലീഷ് മീഡിയവും കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ടെർമിനൽ ഇവാലുവേഷന് മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ മാർക്കും എല്ലാവർക്കും കിട്ടാൻ സാധിക്കട്ടെ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വരും എന്ന് ഉറപ്പുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് ആണിത്. സെക്കൻഡ് ടൈം ക്രിസ്മസ് എക്സാമിന് വരും എന്നുള്ള കുറച്ച് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ എഴുതിയെടുത്തിട്ട് വേണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് എക്സാമിന് പോവാൻ. ഇതൊക്കെ ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് A+ കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക, അത് അവർക്കും ഒരു ഉപകാരമാവട്ടെ. അപ്പോൾ മാക്സിമം ഒരുപാട് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് അത് ചെയ്ത് പഠിച്ചിട്ട് വേണം നിങ്ങൾ ഓരോ എക്സാമും അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഓരോ വീഡിയോയുമായിട്ട് ഓരോ ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് വേണ്ടത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് വീഡിയോയിൽ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും A+ നേടട്ടെ.